വെള്ളിയാഴ്ച തൃശൂർ രാമനിലയത്തിൽ വെച്ച് CM-ന്റെ കൂടെ ഞാൻ അവനെ കണ്ടിരുന്നു. CM-ന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി. അവനാണല്ലോ CM-നെ മുംബൈ നിർത്തി ഹോം ഡിപ്പാർട്ട്മെന്റ് ഭരിക്കുന്നത്. അപ്പൊ ഒരുപാട് വിഷയങ്ങളുണ്ട്. എന്തിനീ അടിമത്തം? എന്റെ വംശത്തിൽ പിറന്ന എല്ലാവരും മകിഴ്മതിയുടെ സിംഹാസനത്തിന്റെ അടിമകളായിക്കൊള്ളാമെന്ന് എന്റെ പൂർവികർ എപ്പോഴോ വാക്കുകൊടുത്തു പോയി. കോടീശ്വരന്മാരായ വില്ലേജ് ഓഫീസർമാര് കൈക്കൂലി. ഇയാൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന പ്രശ്നമേ ഇല്ല മിസ്റ്റർ. അക്കോർഡിംഗ് ടു KMBR പേജ് 65/3 യു ആർ സപ്പോസ് ടു റിമൂവ് ഓൾ ഡർബീസ് റെഫ്യൂസ് ആൻഡ് ഡർബീസ് ഓഫ് എനി ഡിസ്ക്രിപ്ഷൻ ഫ്രം ദ പ്ലോട്ട്. അയാൾ 20,000 രൂപ തരാന്ന് പറഞ്ഞു. ആ കിഴങ്ങനെ ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ മനുഷ്യ ഇത്രയും നേരം വായിട്ടലക്കണ്ട. ആ 50 സെന്റ് സ്ഥലം പോലീസിന് കൈമാറി ആ വീട്ടുകാർ കൊടുത്തിട്ട് ഇന്ന് വരെ അതിന്റെ എന്താ പറയാ ലാൻഡ് ട്രാൻസ്ഫർ നടന്നിട്ടില്ല. അത് മാമച്ച അത് 2 പദ്ധതിയാ. പൂജ്യത്തിന്റെ എണ്ണം കൂടുമ്പോ കനം കൂടുന്ന നമ്മുടെ ഗാന്ധിജി ചിരിച്ചോണ്ടിരിക്കുന്ന ആ കടലാസില്ലേ, അത് ഇതുവരെ എത്തിയില്ലല്ലോ. നിലമ്പൂർ താലൂക്കിൽ നികത്താൻ പെർമിറ്റ് കൊടുത്ത ഭൂമികളുടെ ഡീറ്റെയിൽസ് ചോദിച്ച് ഒരു MLA ഒരു കത്ത് കൊടുത്തിട്ട് 3 മാസം കഴിഞ്ഞു. ആവശ്യത്തിനുള്ള കടലാസുകൾ വേണം, എന്നാലേ കാര്യങ്ങൾക്കൊരു നീക്കുപോക്കുണ്ടാകത്തുള്ളൂ. ആരെ? അജിത് കുമാറിനെ ഇന്ന് നമ്മളെ യോഗം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇപ്പൊ തന്നെ ഓർഡർ ഒന്നും ഇല്ല. ആരോപണം ഉന്നയിച്ച് 32 ദിവസം നീണ്ട DGP തല അന്വേഷണം. ആ അന്വേഷണത്തിന് ഒടുവിൽ ആ അന്വേഷണം അയാളെ മാറ്റിയിട്ട് എന്താ കാര്യം? എന്ത് കാര്യം? അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ഈ പറയുന്ന വിജിലൻസ്, ഈ പറയുന്ന SSB, ഈ പറയുന്ന ക്രൈം ബ്രാഞ്ച്, ഈ പറയുന്ന സ്പെഷ്യൽ ബ്രാഞ്ച്, ഇതെല്ലാം നിയന്ത്രിക്കുന്നയാളല്ലേ? അധികാരി എല്ലാവർക്കും മേലാവി. ഇപ്പൊ എവിടെ ഗവൺമെന്റ് കുടുങ്ങി കിടക്കുന്നത്? ആ DGP എന്താ പറയാ ഒന്ന് വരണോത്ത് വെച്ച് കാണാൻ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ബോധ്യങ്ങൾ കുറച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അവിടെയാ ഗവൺമെന്റ് കുടുങ്ങി കിടക്കുന്നത്. അതല്ല ഉദ്ദേശം. ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്താ പ്രതീക്ഷിച്ചിരുന്നത്? അജിത് കുമാറിന് ഇതിൽ നേരിട്ടില്ല, പങ്കില്ല എന്ന് അയാൾ റിപ്പോർട്ട് കൊടുക്കുന്നു. കാരണം ഇത്ര സമ്മർദ്ദം ചെലുത്തല്ലേ? പത്രസമ്മേളനം മുഖ്യമന്ത്രി നേരിട്ട് പറയല്ലേ അജിത് കുമാർ പരിശുദ്ധനാണ്, ഒരടിസ്ഥാനമില്ല ഇതിനൊന്നും, അൻവർ വെറുതെ ഉന്നയിക്കുകയാണ്, അവജ്ഞയോടെ കൂടി തള്ളിക്കറിയ എന്ന് പറയുമ്പം ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുക്കുന്ന റിപ്പോർട്ട് ഇങ്ങനെ ആകുന്നതിന് മുഖ്യമന്ത്രി പ്രതീക്ഷിക്കുവോ? സാറിന് വെറുതെ ശുണ്ഠി പിടിപ്പിക്കണ്ട, തൊലച്ചുകളയും. സോറി പറ. എല്ലാവർക്കും കാര്യങ്ങൾ ബോധ്യമുണ്ട്. ബോധ്യമില്ലാത്ത രണ്ട് ആൾക്കാർക്കാ. അതാരാ? അതിൽ ഗോവിന്ദ മാഷ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. ഇങ്ങനെ കളവ് പറഞ്ഞിട്ട് ഇത് മൂടി വെക്കാൻ സാധിക്കുമോ? ഇത് കരുതിക്കുട്ടിയുള്ള അപമാനിക്കലാണ്. ഇതിന്റെ പിന്നിൽ പല ദുഷ്ടശക്തികളുമുണ്ട്. എല്ലാം നിയന്ത്രിച്ചത് CM തന്നെയാണ്. പാർട്ടിയും CM-ഉം ഒന്നായ ഒരവസ്ഥാവിശേഷം വരുന്നത് അന്ന് തൊട്ടിട്ടാണ്. നോ എന്ന് പറയാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? ഒരാൾക്കും ധൈര്യമില്ല. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. അപ്പം ഈ പറയുന്ന ഗോവിന്ദ മാഷക്ക് മാത്രമല്ല, പാർട്ടി സെക്രട്ടേറിയറ്റിനും പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിക്കും ഈ പാർട്ടിയുടെ അടിത്തറ തകരുന്നതിന് അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഈ പാർട്ടിയെ തിരിച്ചു പിടിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മുഴുവൻ ആളുകളും തലകുത്തിയാൽ പോലും തലകുത്തി നിന്നാലും നടക്കില്ല എന്ന് ഉറപ്പാണ്. പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂത പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ. RSS ഏറ്റവും നല്ല വലിയ സംഘടനയാണ് എന്ന് സർട്ടിഫൈ ചെയ്യുന്നു കണ്ണൂരിൽ നിന്നുള്ള ചില നേതാക്കള്. സോറി, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. RSSന്റെ ആവശ്യങ്ങൾക്ക് ഒത്തു നിൽക്കേണ്ടി വന്ന ഒരു ഗതികേടിലാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ എന്ന സഖാവിനു 100 കോടി അഭിവാദ്യങ്ങൾ. അതായി ടേം മുഴുവനാക്കൂല അക്കോർഡിംഗ് ടു മീ. എന്താ ഞാൻ പറയാ? അതിന് എന്താ പറയേണ്ടത്? അല്ല ഇങ്ങള് പറ, ഞാൻ എന്താ പറയേണ്ടത്? ഈ ടേം അദ്ദേഹത്തിന് മുഴുവൻ മുഖ്യമന്ത്രിയായി
തുടരാൻ കഴിയില്ല, അല്ലെങ്കിൽ മന്ത്രിസഭ തന്നെ ഉണ്ടാവില്ല. എഴുതി വെച്ചോ. ആ നെക്സസ് ഒക്കെ ഇപ്പൊ പൊട്ടും. ഞാൻ പൊട്ടിക്കാൻ പോകുന്നു. ഇപ്പൊ പൊട്ടിക്കും. അടുത്ത നിമിഷം പൊട്ടാൻ പോകുന്നു. ഇപ്പൊ പൊട്ടും. ഇപ്പൊ പൊട്ടും. അടുത്ത നിമിഷം പൊട്ടിച്ചു. ആ കൊലച്ചതിയാണ് ഈ സമൂഹത്തോട് ചെയ്യുന്നത്. എന്നെ അനുഗ്രഹിക്കണം.